പറയുന്നത് നമ്മൾ രാജൻ പിതാവാണ് വില്ലൻ. ഓക്കെ, അടിപൊളി പടമായിരുന്നു. ഇഷ്ടം പോലെ ഞങ്ങൾ മോഹൻലാൽ ഫാനാണ്. എല്ലാം അടിപൊളിയായിട്ട് പഴയ ലാലേട്ടൻ വീണ്ടും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആ എനർജിയൊക്കെയുള്ള ലാലേട്ടൻ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടത്. ഫുൾ ആഘോഷമായിരുന്നു. എല്ലാം ഒന്നുകൂടി കണ്ടായിട്ട് ഒന്നുകൂടി ചെയ്യാൻ പറ്റും. അടിപൊളിയായി. ആ ക്യാരക്ടറൊക്കെ വീണ്ടും കണ്ടപ്പോൾ ഒന്നുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും. അതെ എല്ലാവരും വീണ്ടും കാണാൻ പറ്റില്ല. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു അനുഭവമായിരുന്നു. നമ്മൾ ചെറുപ്പത്തിനെ മുതൽ ആഗ്രഹിച്ച ഒരു കാര്യം നടന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി എനിക്കിപ്പോൾ. കവിതയിൽ ഫാൻ ഷോ കാണുന്നുണ്ടായിരുന്നു, അതാകുമ്പോൾ കുറച്ചൊരു വൈബ് ഉണ്ടായേനെ. പക്ഷെ എന്നാലും നല്ലൊരു അനുഭവമായി. നമ്മൾ ടി വിയിൽ കുറേ തവണ കണ്ട സീനുകളും പ്രത്യേകിച്ച് കോമഡീസും എല്ലാം വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നല്ലതായിരുന്നു. കാരണം ഇത് അധികം ഒരു പഴയ സിനിമയല്ല, അതുകൊണ്ട് തന്നെ അധികം റീമാസ്റ്റർ ചെയ്താലും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. സൗണ്ട് ആണെങ്കിലും പ്രത്യേകിച്ച് വേറെ മ്യൂസിക് മിക്സ് ചെയ്തിട്ടില്ല, പഴയ മ്യൂസിക്കെല്ലാം തന്നെയാണ്. അതും രാജുരാജിൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക് തന്നെയാണ് ഈ സിനിമയിലെ ഒരു പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം. അതുകൊണ്ട് ഞാനിപ്പോൾ ടി വിയിൽ കണ്ടിട്ടില്ല, തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈം തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ്, സ്റ്റാർട്ടിങ് ആളുടെ ഇൻട്രൊഡക്ഷൻ, ഡാൻസ്, പാട്ട്, മണിച്ചേട്ടൻ്റെ പെർഫോമൻസ്, എല്ലാവരുടെയും കിഴി പെർഫോമൻസ് ലൈക്ക് ആഘോഷമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. താങ്ക് യു 4K റിലീസ് ചെയ്തതിന്. നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. തലയുടെ വിളയാട്ടം നല്ല ഓളായിരുന്നു. പാട്ടിനും എല്ലാത്തിനും അടിച്ചൊളിച്ചു. ലൈക്ക് പഴയ ആ ഒരു ലാൽട്ടൻ എത്ര ഭയങ്കര ഹലോ പോലെ, അല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ കൂടുതൽ ഭയങ്കര ലാൽട്ടർ അഴിഞ്ഞാട്ടമാണല്ലോ. സോ അതുകൊണ്ട് നല്ല അടിപൊളി ആഘോഷിക്കാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു. ചന്ദ്രമുള്ളത് പക്ഷേ ഇപ്പൊ തിയേറ്ററിൽ കണ്ടപ്പോൾ യാതൊരു തരത്തിലും ലാഗോ അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു മടുപ്പോ തോന്നിയില്ല. കാരണം അത് ആ പടത്തിന്റെ ക്വാളിറ്റിയാണ്. കാരണം കോമഡിക്കൊക്കെ അത്യാവശ്യം ആവശ്യത്തിൽ കൂടുതൽ കോമഡിയും കാര്യങ്ങളും. പിന്നെ അത് മറ്റേ അറ്റ്മോസ് സൗണ്ടൊക്കെ ഉണ്ടാകുന്നു. ആ സൗണ്ടിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല എഫക്റ്റിൽ കേൾക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ 4K ചില സ്ഥലത്തൊക്കെ ബ്ലറായി, എന്നാലും കണ്ടിരിക്കാൻ ഒരു തരി ലാഗോ ഒന്നും ഫീൽ ചെയ്തോളാം. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് പഴയ മോഹൻലാലിനെ വീണ്ടും കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ തന്നെ